ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നല്ല DC പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ സംസാരിക്കുന്ന DC കട്ടായിട്ടാ കേൾക്കുന്നത്. ഞാൻ സംസാരിക്കുമ്പോ കട്ടുണ്ടോ? ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ DC പ്രോബ്ലമാണത്, അല്ല നെറ്റിന്റെ പ്രശ്നമാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട ARCKBയുടെ നേതൃത്വത്തിൽ നല്ലൊരു ചർച്ച ഇവിടെ നടക്കുകയാണ്. അതിനു മുമ്പായിട്ട് ചില PM-ന് ഒരു കുറച്ച് 1-2 PM ഉള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അവസാനിപ്പിക്കുന്നത് ഹംബലി ശരി, ആ ദുആ അവസാനിപ്പിക്കുന്നതിൽ ഹംദിൽ ആണോ സലാത്തിൽ ആണോ എന്ന് ദുആ എന്നിട്ട് അവസാനിക്കുന്ന സമയത്ത് അവസാനം ആവേണ്ടത് ദുആ ഹംദാണോ അതോ സലാത്താണോ എന്ന്. അവസാനം ഹംദാണെന്ന്. ദുആ തുടങ്ങേണ്ടത് ഹംദ് കൊണ്ടാണ് അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആന്റെ ആദാബിൽപ്പെട്ടാണ് അതൊക്കെ. ദുആഇന്റെ ആദാബിൽപ്പെട്ടതാണ് ഹംദ് കൊണ്ട് തുടങ്ങുക, പിന്നെ സലാത്ത് ചൊല്ലുക, പിന്നെ ദുആ ചെയ്യുക, അവസാനിപ്പിക്കുമ്പോൾ സലാത്ത് ചൊല്ലുക, ഏറ്റവും അവസാനം ഹംദാവുക. അതാ. അപ്പൊ ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നൊക്കെ ചൊല്ലിയതിനു ശേഷം പിന്നെ അല്ലാഹു തആലയോട് നമ്മൾ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുക. അതിനുശേഷം അവസാനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? സലാത്ത് ചൊല്ലുക, അവസാനം ഹംദും ചൊല്ലി അവസാനിപ്പിക്കുക. ഇതാണ് സുന്നത്ത്. വസ്തഹബ്ബ ബഅദുഹും, അതാ ഉലമാക്കൾ ചിലർ മുസ്തഹബ്ബാക്കിയിരിക്കുന്നു, സുന്നത്താക്കിയിരിക്കുന്നു. അൻ യഖ്തിമ ദുആ ബിഖൗലിഹി സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് കൊണ്ട് ദുആയെ പൂർത്തിയാക്കൽ സുന്നത്താണെന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പറയുന്നില്ല. അപ്പൊ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ, പിന്നെ വസലാമുൻ അലൽ മുർസലീൻ. അപ്പൊ അല്ലാഹു റസൂലിന്റെ പേരിലും അല്ലാത്തവരുടെ പേരിലൊക്കെ എന്തായി? സലാമായി. പിന്നെ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഏറ്റവും അവസാനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയാം. അതാ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് കൊണ്ട് ദുആ അവസാനിപ്പിക്കൽ ദുആഇന്റെ അദബിൽപ്പെട്ടതാകുന്നു, സുന്നത്താകുന്നു എന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ചോദ്യം എന്താണ്? വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ എന്ന് മലക്കുകളെ വെള്ളത്തിൽ നിന്ന് അല്ലല്ലോ സൃഷ്ടിച്ചത്. അപ്പോൾ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ എങ്ങനെ പറയാന്നാ ചോദ്യം. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ അല്ലേ എന്നുണ്ടല്ലോ ഖുർആനിൽ. എല്ലാ ഹയാത്തുള്ള ജീവനുള്ള വസ്തുക്കളെയും അള്ളാഹു എന്താക്കി? നാം വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുണ്ടല്ലോ. മലക്കുകളെ വെള്ളത്തിൽ നിന്നല്ലല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്, പിന്നെ എന്താണ്? പ്രകാശത്തിൽ നിന്നല്ല സൃഷ്ടിച്ചത് എന്നാ. അതിനൊക്കെ അത് മാത്രല്ല, വേറെയും കുറെ ഉണ്ടല്ലേ. ആദം നബി അലൈഹി സ്വലാമിനെ എങ്ങനെയാ അള്ളാഹു സൃഷ്ടിച്ചത്? വെള്ളത്തിൽ നിന്നാ അല്ലല്ലോ അല്ലേ? ആദം നബി അലൈഹി സ്വലാമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിനെ പിന്നെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. ഈസാ നബി അലൈഹി സ്വലാമിനെ എന്ത് ചെയ്തിക്കാണ്? അണ്ട് മലക്ക് ഊതിക്കുകയാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീറിലെ കാര്യം വഖാൽ ഫഖുർ റാസി ഫി തഫ്സീർ ഹാദിഹിൽ ആയത്തിൽ കരീമത്തി മാ നസ്സുഹു ലിഖാരിന യഖൂൽ. ഇത് കാഫിരീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആലാന്റെ ഖുദ്റത്ത് അല്ലാഹു വിരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് അള്ളാഹു വിരിച്ചു കൊടുക്കുകയാണ് ഇവിടെ. എന്നിട്ട് ഇതിനെന്തുകൊണ്ടാണ് നിങ്ങൾ ശിർക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ട് അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന വിഷയമാണ് പറഞ്ഞത്. അപ്പൊ കാഫിരീങ്ങളായ ആളുകൾക്ക് മലക്കോടെ കുറിച്ചൊന്നും ആൾക്ക് വിശ്വാസമില്ലല്ലോ. മലക്കോടെ കുറിച്ചോ അതല്ല അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് സാധാരണയിൽ അവരുടെ കണ്ണ് കൊണ്ട് കാണുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ചാണ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പൊ സാധാരണ അവർ കാണുന്ന വിഷയമാണ് ഇപ്പൊ ഏതൊക്കെ മനുഷ്യന്മാര്, അതുപോലെ തന്നെ മൃഗങ്ങള്, പക്ഷികള്, പിന്നെ മീൻ ഇങ്ങനെയുള്ള അവരുടെ കണ്ണുകൊണ്ട് അവർ കാണുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു വിരിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ അള്ളാഹു തആല പിന്നെ സൃഷ്ടിച്ചില്ലേ? ഇതൊക്കെ വെറും കേവലം ഇന്ദ്രിയ തുള്ളി കൊണ്ടല്ലേ ഇതൊക്കെ സൃഷ്ടിച്ചത് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാൽ അതിന്റെ അപ്പുറമുള്ള വേറെ ചില വിഷയങ്ങളുണ്ട്. ഖുർആൻ ഇതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹമായ തീയിൽ നിന്ന് ജിന്നുകളെ സൃഷ്ടിച്ചു എന്നുണ്ട്.
അതുപോലെ തന്നെ പിന്നെ ഹദീസ് ഖലഖൽ മലായികത മിൻ നൂറിനുണ്ട്. മലക്കുകളെ അല്ലാഹു തആല പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചു, അങ്ങനെയുണ്ട്. പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിന് എന്ത് ചെയ്ത്, ഈസാ നബി അലൈഹി സ്വലാം തന്നെ പിന്നെ എന്ത് ചെയ്യും, കളിമണ്ണ് കൊണ്ട് പക്ഷികളെ സൃഷ്ടിക്കുന്നു, എന്നിട്ട് അതിൽ ഈസാ നബി അലൈഹി സ്വലാം ഊതുന്നു, അപ്പോൾ അതിന് ജീവൻ വെക്കുന്നു എന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ സാധാരണത്തിന്റെ അപ്പുറമുള്ള ചില വിഷയങ്ങളാണ്. അപ്പോ ഖലഖഹു മിൻ തുറാബിൻ ആദം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഖലഖഹു മിൻ തുറാബിൻ. അപ്പോ അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കാഫിരീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആലയുടെ ഖുദ്റത്ത് മനസ്സിലാക്കി കൊടുക്കുക. അത് അവരുടെ കണ്ണുകൊണ്ട് അവർ സാധാരണ കാണുന്ന ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, അത്രേ ഉള്ളൂ. അതല്ലാതെ മറ്റുള്ള വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വേറെ ആയത്തുകളിൽ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ ജിദ്ദയിൽ നിന്നും ഉംറക്ക് ഇഹ്റാം ചെയ്തു പോയി. മക്കയിൽ എത്തിയപ്പോൾ എന്റെ പെങ്ങൾ ദമാമിൽ നിന്ന് ഉംറക്ക് വന്നിരുന്നു. അവളുടെ കുട്ടിയെ എടുത്ത് അവളുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ഒരു അത്തർ കച്ചവടക്കാരൻ എന്റെ കൈ മുട്ടിന് താഴെ സുഗന്ധം പുരട്ടി. സംസാരത്തിന്റെ ചിന്തയിൽ ഞാൻ തടഞ്ഞതുമില്ല. ഫിദിയ ഉണ്ടോന്ന? അതൊന്നുമില്ല. ചോദ്യം മനസ്സിലായല്ലോ. ഉംറക്ക് പോയതായിരുന്നു. അപ്പൊ മൂപ്പര പെങ്ങളും കുട്ടികളൊക്കെ പാടെ റിയാദിന്ന് എവിടുന്ന് വന്നിട്ടുണ്ട്. അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു അത്തർ കച്ചവടക്കാർ ഇയാളെ മേത്ത് പോയിട്ട് എന്ത് ചെയ്ത് അത്തർ പരത്തി. അതുകൊണ്ട് പിന്നെ ഫിദിയ കൊടുക്കണോ? വേണ്ട. ഫിദിയയെ കരുതി കൂട്ടിട്ട് പിന്നെ ഈ സുഗന്ധം ഉണ്ടല്ലോ, സുഗന്ധം ഒക്കെ അനുഭവിക്കുന്ന വിഷയങ്ങളാണ്, നശിപ്പിക്കുന്ന വിഷയങ്ങളല്ല. ഇഹ്റാം കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ രണ്ട് വിധേനയാണ്. ഇഹ്റാം കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ രണ്ട് വിധേനയാണ്. ഒന്ന് നശിപ്പിക്കുന്നത്, അതിൽപ്പെട്ടാണ് ഇത് മുടി നീക്കം ചെയ്യുക, നഖം പിന്നെ മുറിക്കുക, അതൊക്കെ ഉണ്ടല്ലോ, അത് നശിപ്പിക്കല. ഈ നശിപ്പിക്കുന്ന കാര്യങ്ങൾ കരുതി കൂട്ടി ചെയ്താലും മറന്നു ചെയ്താലും ഒക്കെ ഫിദിയ കൊടുക്കണം. കരുതി കൂട്ടി ചെയ്താലും മറന്നു ചെയ്താലൊക്കെ ഫിദിയ കൊടുക്കണം. പക്ഷെ അതേ സമയത്ത് പിന്നെ കരുതി കൂട്ടി ചെയ്തെങ്കിലേ കുറ്റമുള്ളൂ. പടച്ചോന്റെ കുറ്റം ഇല്ല, മറന്നു സംഭവിച്ചാൽ കുറ്റമില്ല. പക്ഷെ അതേ സമയത്ത് ഫിദിയ നിർബന്ധമാണ്. ഏത്? മുടി നീക്കം ചെയ്യുക, നഖം മുറിക്കുക പോലെയുള്ള പിന്നെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ. അതേസമയത്ത് അത്തർ പൂശുക, എണ്ണ പുരട്ടുക, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ്? അതൊക്കെ നശിപ്പിക്കാൻ അനുഭവിക്കുന്ന സംഭവങ്ങളാണ്. അതൊക്കെ കരുതി കൂട്ടി ചെയ്താല് കുറ്റമുള്ളൂ. നീ മറന്നു ചെയ്താൽ കുറ്റം ഇല്ല, പിന്നെ എന്തുമില്ല, ഫിദിയും ഇല്ല. അപ്പൊ എനിക്ക് സംഭവിച്ച വിഷയത്തിന് എനിക്ക് ഒന്നും കുറ്റക്കാരനുമല്ല, ഫിദിയും കൊടുക്കണ്ട. പിന്നെ അപ്പോൾ ബിഹഖി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ടല്ലോ, അത് വേറല്ലേ? ബിഹഖി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല് അത് ദുആ അവസാനിപ്പിക്കല്ല, അത് തവസ്സുലാണ്, തവസ്സുൽ. ബിഹഖി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ശേഷം പിന്നെ എന്ത് ചെയ്യാ? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം. ദുആ അവസാനിപ്പിക്കുമ്പോൾ അത് അങ്ങനെ അവസാനിപ്പിക്കുക. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞത്. അതിന്റെ മുമ്പ് സലാത്തിലിക്കോട്ടെ, വേറെ ബിഹഖിയോ വേറെ എന്തൊക്കെ എന്തായിക്കോട്ടെ, അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെ ആവലാണ് സുന്നത്ത്. പിന്നെന്താണ്? ഇത്രയാണ് എഴുതിക്കുന്നത്. ഇതൊക്കെ പാടെ എങ്ങനെ വായിക്കാം? അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. എന്റെ പേർ ആക്കെ പോട്ടെ, പേരൊന്നും വേണ്ട. സ്ഥലം കാസർഗോഡാണ്. എന്റെ മംഗലത്തിന് മുമ്പ് ഞാൻ മനസ്സിൽ കരുതിയിരുന്ന ഒരു കാര്യം ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ എനിക്ക് ഒരു മകൻ ഉണ്ടായാൽ അവനെ ഹാഫിള് ആക്കാൻ അൽഹംദുലില്ലാഹ് ഒരു മകൻ ഉണ്ടായി. ഇപ്പോൾ അവന് 9 വയസ്സ് ആയി. മൈക്കിന്റെ MICന്റെ ബ്രാഞ്ച് ഞങ്ങളുടെ നാട്ടിന്റെ അടുത്ത് ഉണ്ട്. അവിടെ ഈ കഴിയുന്ന റമളാൻ കഴിഞ്ഞിട്ട് അവനെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നു. ഷഅബാൻ മാസത്തിൽ എൻട്രൻസ് എക്സാം, അതിൽ വിജയിക്കാൻ. അത് ശരി, അതാണ് ചോദ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ കുട്ടിയെ വിജയിപ്പിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള എല്ലാ വക കഴിവും നൽകട്ടെ. അള്ളാഹു നല്ല അഖലും ഫഹ്മും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവനെ നല്ല ഹാഫിളാക്കുകയും ഖുർആനെ ജീവിക്കുന്നവനാക്കുകയും ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവനെ കൊണ്ട് ഉപകരിക്കുന്ന മകനാക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ ഉസ്താദെ, തഹിയ്യത്തും റവാത്തിബും ഒന്നിച്ച് നിസ്കരിക്കാം, അതുകൊണ്ട് വിരോധമില്ല. ഇനി റവാത്തിബ് മാത്രമല്ല, ഇനിയിപ്പോ ഫർള് നിസ്കരിച്ചാണ്, പള്ളി കടന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു, ഫർള് നിസ്കരിക്കുകയാണ്. എന്നാലും അത് ഫർളോ ആവുകയും ചെയ്യും, തഹിയ്യത്താവുകയും ചെയ്യും. ഫർള് നിസ്കാരത്തിന് മുമ്പുള്ള റവാത്തിബാന്നൊക്കെ, എന്നാലും അത് തഹിയ്യത്താവുകയും ചെയ്യും, റവാത്തിബാവുകയും ചെയ്യും, രണ്ടും ആവും. ഉസ്താദെ, ഇഹ്റാമിൽ കല്യാണം ആലോചിക്കാറുണ്ട്, എന്നാൽ കല്യാണം ആലോചിക്കാൻ പക്ഷെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇഹ്റാം തഹ്ലീലാകുന്നതിന് മുമ്പായിട്ട് വിവാഹം ചെയ്തു കൊടുക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യാൻ പാടില്ല. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, തസ്ബീഹ് ചെല്ലുന്നത് എപ്പോഴാണ്? തസ്ബീഹ് ചെല്ലുന്നത് ശേഷമോ? അല്ല, തസ്ബീഹ് ചെല്ലുന്നത് പിന്നെ മറവ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് സുന്നത്ത്. അതിന് പൂർണ്ണമായ സുന്നത്ത് എങ്ങനെയാണ്? മറവ് ചെയ്യലൊക്കെ കഴിഞ്ഞ ശേഷം തസ്ബീഹ് ചെല്ലലാണ് സുന്നത്ത്. മറവ് ചെയ്ത് ഖബറിൽ മണ്ണൂറിലൊക്കെ കഴിഞ്ഞ ശേഷമേ പൂർണ്ണമായും അത് മറവ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് സുന്നത്ത്. ഇനിയും ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള പിഎമ്മിനൊക്കെ നമുക്ക് പിന്നീട്. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എന്റെ സഹോദരന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു വിഷമത്തിലും ബുദ്ധിമുട്ടും പെടുത്താതിരിക്കട്ടെ. അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ബഹുമാനപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, റേഡിയോ ശ്രോതാക്കളെ, ഇനി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ARCKPയുടെ നേതൃത്വത്തിൽ വലിയ ചർച്ച നടക്കാനിരിക്കുകയാണ്. ഇന്ന് വാട്സപ്പിലും മറ്റൊക്കെ പല ഇങ്ങനെ ക്ലിപ്പുകളൊക്കെ അങ്ങനെ പലരും പോസ്റ്റ് ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈദി മോഹൻ ഏതോ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചേക്കണതായി, ആ സംഘടനയുടെ സ്ഥിതി ഇപ്പം എന്താ അല്ലേ? ആ സംഘടനയുടെ സ്ഥിതി ഇപ്പം എന്താണ്? അതൊരു പൊതുവേദി എന്നാണ് അങ്ങനെ നിൽക്കണം. അപ്പൊ ലീഗിനെ കുറിച്ച് അങ്ങനെ പറയാറില്ലേ? മുസ്ലിങ്ങളുടെ പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറയാറുണ്ട്. സാധാരണ മുസ്ലിം ലീഗിനെ കുറിച്ച് മുജാഹിദീങ്ങളും ജമാഅത്തേരും നൂർഷാ തരീഖത്തേരും വടകര തരീഖത്തേരും ആലുവ തരീഖത്തേരും സമസ്തക്കാരും എല്ലാ ആളുകൾക്കും പ്രവേശിക്കാൻ പറ്റുന്ന സംഘടന ഏത്? മുസ്ലിം ലീഗ് എന്ന് പറയാറുണ്ട്. അതിന് മുസ്ലിം ലീഗിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. കാരണം അവർക്ക് പിന്നെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഗവൺമെന്റ് അടുക്കൽ നിന്ന് ചോദിച്ചു വാങ്ങുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതല്ലാതെ അപ്പൊ അങ്ങനത്തെ സംഘടനകൾ പറ്റും. പക്ഷെ ഇവരുടെ സംഘടനയിൽ ഇപ്പൊ എന്തെല്ലാം ആശയക്കാരല്ലേ? ഇവരുടെ സംഘടനയിൽ ഇപ്പൊ എല്ലാ ആശയക്കാരും ഉണ്ട്. അള്ളാഹു റസൂലിന്റെ മുടി പിന്നെ കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട AP ഉസ്താദ്. എന്നാൽ കത്തിക്കുന്നത് കൊണ്ട് വിരോധമില്ല, പിന്നെ ടോർച്ചടിച്ചു നോക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് പറയുന്ന ചില സഖാഫിമാരുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അവര് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് വഫാത്തോടു കൂടി അവസാനിച്ചു എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ആരാ പറഞ്ഞത്? വേറൊരു ഉസ്താദ്. റസൂലുള്ളാഹിക്ക് നേലുണ്ടാകുമെന്ന് പറയുന്ന വേറൊരു ഉസ്താദ്. പിന്നെ വിളക്ക് എത്തിച്ച് ഉദ്ഘാടനം ചെയ്യാം എന്ന് പറയുന്ന വേറെ ഉസ്താദിനും കൂടി ഇപ്പൊ കിട്ടിയിരുന്നില്ലേ? ഓണം ആഘോഷിക്കാം മുസ്ലിങ്ങൾക്ക്, വിളക്കെത്തിച്ച് ഉദ്ഘാടനം ചെയ്യാം എന്നൊക്കെ പറയുന്ന വേറെ ഉസ്താദ്. അങ്ങനെ എല്ലാ വക ആശയക്കാരുടെയും ഒരു സംഗമ ഭൂമി എന്ന് വേണമെങ്കിൽ ഇപ്പൊ അതിനെ കുറിച്ച് പറയാനാ തോന്നുന്നത്. ഏതായാലും ശരി, ഞാൻ ബഹുമാനപ്പെട്ട ARCKPയെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ചർച്ചയിലൊക്കെ സജീവമായി പങ്കെടുക്കുക. പിന്നെ ചോദ്യങ്ങൾക്ക് ചോദിക്കാനുള്ള ആളുകളൊക്കെ പിന്നെ വളരെ മാന്യമായ രീതിയിൽ ചോദിക്കുക, ചർച്ച സജീവമാക്കുക. അസ്സലാമു അലൈക്കും.